വീഴാൻ പോയി. കാല് കണ്ടില്ല. ഉസ്താദ് വീഴാൻ പോണു. ആരാണെന്ന് ഉസ്താദ്? ഉസ്താദാണ്. മുംബൈന്നാണ്. ഹിന്ദി ആത്തേ? ഹിന്ദി എനിക്കറിയില്ല. ഓക്കെ. മലയാളം ഉസ്താദ്. മലയാളം ഉസ്താദാണോ? ശരി ശരി. കീരിക്കാടൻ ജോസാണ്. കിരിക്കണം ജോസാ. അത് കേട്ടിട്ടില്ല. കീരിക്കാടൻ ജോസ് അതൊന്നും അല്ല. പിന്നെ ഇത് ആരാ ഇത്? ഒരു ഉസ്താദ്. ടോക്കൊക്കെ ആയിട്ട് വന്ന ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഉസ്താദിനോട്? ഒരു തെറ്റും ചെയ്തില്ല. വെറുതെയോ? അങ്ങനെ ഒരു ശീലം ഉണ്ടോ ഉസ്താദിന്? വെറുതെ വെടിവെച്ച് കൊല്ലുന്നത്? സംസാരിച്ച് കൊല്ലുന്നത് പോരാ. ഒരു സാധനം കാണിച്ചോ? ഒന്നും ആയിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു പൊട്ടാസാന്ന്. ഇല്ലാത്ത തോക്കായിരുന്നു അത്. പൊട്ടാസ് ഇല്ലാത്ത തോക്കത്. വെടി. പിന്നില്ലേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഫ്യൂച്ചറിൽ ഉൾക്ക വന്ന് വീഴൂലേ? ഫ്യൂച്ചറിൽ വീഴുന്ന് ഉൾക്ക വന്ന് വീഴൂലേ? അത് വരുന്നതിന് മുന്നത്തെ ദിവസം ഞാൻ എന്റെ അമ്മയും അച്ഛനെയും എന്റെ ഭാര്യനെയും കൊച്ചുങ്ങളെയും റോക്കറ്റിൽ പോകുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെ റോക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. പിന്നെയില്ലേ ഒരു സീക്രട്ട് ഉണ്ട്. ഞാനേ TV കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കാലിൽ പിടിച്ചു. അപ്പൊ ഞാൻ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ഇപ്പുറത്തെ കാലിലും പിടിച്ചു നോക്കി. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചു നോക്കിയപ്പോ അപ്പോഴും അതന്നെ. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് 3 ഹാർട്ട് ഉണ്ടെന്ന്. അതായത് 2 മുട്ടുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അവന് ചങ്കിടിപ്പ് കേൾക്കുന്നു. ഞാൻ വിചാരിച്ചത് നവനീതോട്ടൻ ഹാർട്ട്ലെസ് ആണെന്ന്. അല്ലല്ല, 3 എണ്ണം ഉണ്ട്. രണ്ടൊന്നുമല്ല. ഇപ്പുറത്തെ സൈഡും വെച്ച് നോക്ക്, ചിലപ്പോ 4 എണ്ണം ഉണ്ടാവും. 5-6 എണ്ണം കയ്യിലൊക്കെ പിടിക്കുമ്പോ ഇല്ലേ? 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണം. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ചിക്കനും മീനും ഒക്കെ കഴിക്കുള്ളൂന്ന്. ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കാൻ തുടങ്ങി. പൊട്ടേറ്റോ മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ പയറ് മെഴുക്ക് വരട്ടി, പിന്നെ സാമ്പാർ, മോര് കൂട്ടാൻ, പിന്നെ ആനപ്പിണ്ടി തോരൻ. അയ്യോ അല്ല വാഴപ്പിണ്ടം. ഇതൊക്കെ കഴിച്ചിട്ടാണ് 3 ഹാർട്ടായത്. വാഴപ്പിണ്ട ഒരുപാട് തിന്നരുത്, അതാണ് എനിക്ക് ഇങ്ങനെ ഹാർട്ട് കൂടുന്നേ. ഇനിയും കൂടുന്നത് ഒരുപാട് കഴിച്ചല്ലേ? കൂടി എനിക്ക് ഇനിയും മസിൽ വരുമല്ലോ. ഓ ഹാർട്ട് ബേസിക് ആര്യ ചേച്ചി ഇത് കേട്ടോണം. ജിമ്മിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, ഹാർട്ട് വേണം. വാഴപ്പിണ്ടി തോരൻ കഴിക്കണം. അതെ. പിന്നെ ഒരാള് ഗസ്റ്റ് വന്നിട്ടുണ്ട്. വാസുകിയോ? ഏത് പാട്ടാ പാടി കൊടുക്കുന്ന നീ ഗസ്റ്റിന്? തീർച്ചയായില്ല ജനം. ഇതിന്റെ ഒറിജിനൽ ഉണ്ട് കേട്ടോ, അത് കേട്ടിട്ടുണ്ടോ? അത് വൈശാഖങ്ങൾ കേൾപ്പിച്ചെന്നായിരുന്നു. നീലസാരി എന്ന് പറഞ്ഞ ഒരു സിനിമയിലായിരുന്നു അത്. പണ്ട് 1976 76-നെക്കാട്ടും ഏറ്റവും പുറകില് 99. തിരിച്ചിട്ടല്ലേടാ? അല്ലല്ലോ, അല്ല ഗിരീഷ് ബാക്കിലോട്ട് പോവല്ലേ? ഓ അങ്ങനെ അവൻ തിരിച്ചിട്ടാ ആലോചിക്കണേ. ബാക്കോട്ടേക്ക് പോവല്ലേ? അങ്ങനെ വർഷങ്ങൾ കടന്ന് പോവല്ലേ? കടന്നു പോവാണ് വർഷം. അപ്പുറത്തല്ലേ 99? വർഷങ്ങള് എണിച്ചു പോകുമ്പോഴത്തേക്കും 1976 ബാക്കിലാണ്. അങ്ങനെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അന്ന് പാടിയത് മെഹബൂബ് എന്ന് പറഞ്ഞൊരു അങ്കിളാണ്. അപ്പൊ അങ്ങനെ നീലസാരിയിലെ മെഹബൂബ് അങ്കിളിന്റെ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഒറിജിനൽ. ജനം മൂർച്ചായെന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ചായെന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട് ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാര് ഉപ്പമാറാൻ കൊർക്കായി ബൂറായും പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. ഈ നവനീതോട്ടിനെ ഒന്ന് കാത്തോണേ, എന്തൊരു തൊന്തരവാണ് ഇവൻ. കിളി പോയി ആകെ. ഇങ്ങനെ എന്താ ഇപ്പൊ കേട്ടത് നവനീതോട്ടാ? ഉസ്താദിലെ പാട്ട്. നീലസാരി ഒക്കെ പോയി. ഒറിജിനല് വേറെ, ഡ്യൂപ്ലിക്കേറ്റ് വേറെ. ഇതിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല മോനെ. എല്ലാ പാട്ടുകളും നമ്മുടെ എല്ലാവരുടെയാണ് അല്ലേ?
അപ്പോൾ എല്ലാ കാലങ്ങളിലും പല പാട്ടുകളും പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ലാലു ചേട്ടൻ പാടിയ വേർഷനിലെ പാടാൻ പോന്നേ. അപ്പൊ പാടിക്കോട്ടോ. ഇത് കഴിഞ്ഞൊരു സർപ്രൈസ് ഉണ്ട്. ഇത് കഴിഞ്ഞ സർപ്രൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ. ഈസ മുഹമ്മദ് അൻസാരി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനൊന്നുമല്ല. ഉണ്ണിയാമോ എന്ന ചെല്ലപ്പേരുള്ള എലിമെന്ററി ക്ലാസ്സിലെ കളിച്ചങ്ങാതിയാണ് പാർട്ടി. ഗുരുവാണവൻ എന്തിനും ഏതിനും. ജീവിതം അതിൻ്റെ ആപൽക്കരമായ സന്നിഗ്ധ സന്ദർഭങ്ങളുമായി മുന്നിലെത്തുമ്പോൾ ഈസ മുഹമ്മദ് അൻസാരി പാടും. തീർച്ചയായില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. അർഹാറുഹ മാറാൻ കുർഗായി ബുറാഹിം പോയി വരുമ്പം പേടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അള്ളാഹത്തൊന്നെത്തി പുള്ള എന്നും മട്ടും ഓർക്കണ സങ്കടം പറഞ്ഞാ തീരൂല. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. മാണിക്യക്കല്ലിന്റെ മോറെനിക്കിപ്പം കാണിക്കണ്ട തീരാനാകണ്. മാണിക്യക്കല്ലിന്റെ മോറെനിക്കിപ്പം കാണിക്കണ്ട തീരാനാകണ്. മുന്നേ കഴിഞ്ഞ കഥകളും ഓർത്തുപോ എന്നുള്ളം പൊട്ടിപ്പുകയാണ്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. അള്ളാ മുജുമട് തോബ ഞമ്മളെ തിക്കണ നോക്ക് ഞമ്മളെ തിക്കണ നോക്ക് തിക്കണ പ്രസാവെല്ലാം മുറഞ്ഞ്. അള്ളാ മുജുമട് തോബ ഞമ്മളെ തിക്കണ നോക്ക് ഞമ്മളെ തിക്കണ നോക്ക് തിക്കണ പ്രസാവെല്ലാം മുറഞ്ഞ്. ഉത്സവത്തിന് ആളുകൾ കൂടി ആന വരേണ്ടത് കണ്ടവരോടി. ഉത്സവത്തിന് ആളുകൾ കൂടി ആന വരേണ്ടത് കണ്ടവരോടി. ഒരു സംഘം ഓടിച്ചെന്ന് കൂളത്തിൽ വീണ് ആളാ ഒരു സംഘം ഓടിച്ചെന്ന് കൂളത്തിൽ വീണ്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. അർഹാറുഹ മാറാൻ കുർഗായി ബുറാഹിം പോയി വരുമ്പം പീടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അള്ളാഹത്തൊന്നെത്തി പുള്ള എന്നും മട്ടും ഓർക്കണ സങ്കടം പറഞ്ഞാ തീരൂല. തീർച്ചയില്ല ജന്മം തീർച്ചയെന്നും മറ്റും ആന വരേണ്ടത് കണ്ടവരോട്ടിട്ട് ഇത് എന്തൊരു തന്ത്രമാണിത് കേള്. Thank you, sir. ഉസ്താദ് സല്യൂട്ട്. ഇത് ഉസ്താദല്ല, ഇത് ഉസ്താദ് കി ഉസ്താദ്. സൂപ്പർ ആയിരുന്നു. Thank you. ഒരു രക്ഷയില്ല. Thank you. ആ റിവേഴ്സ് സിമ്പൽ വരുമ്പോഴൊക്കെ അവൻ തോക്കെടുക്കും. അതെന്താണ് പരിപാടി? അത് എന്റെ അമ്മ പഠിപ്പിച്ചെന്ന ഡാൻസാ. ഓ അത് ഡാൻസ് ആണല്ലേ? ഓ തോക്കെടുക്കുന്ന ഡാൻസ് ആണോ? അത് സ്റ്റെപ്പാ. സ്റ്റെപ്പാ. ആദ്യമായിട്ടാണ് ഞാൻ ഒരാള് തോക്കിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അത് താളത്തിലായിരുന്നല്ലോ, അതെങ്ങനെയാണേ? അത് ഈ എന്ന് പറഞ്ഞ
പറഞ്ഞ സാധനം വരില്ലേ അത് വരുമ്പോ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ ഈ കറക്റ്റ് സമയത്തിന് വരും. കറക്റ്റ് സമയത്തിന് വരില്ല. ആ അതൊക്കെ ചില ടെക്നിക്ക് ഉണ്ട്. കണ്ടുപിടുത്ത ഭയങ്കര പാക്കേജ് ആണ്. മീനും അതൊക്കെ കണ്ടുപിടിച്ചോട്ടോ. ടൈമിംഗ് ആണ് മെയിൻ. പിന്നെ ആന വരണ്ട്, ഇടയ്ക്കൊരു ആന വരണ്ട് ഒരു വേറൊരു മോഡുലേഷൻ ഉണ്ടായിരുന്നല്ലോ. ആന വരണ്ടത് കണ്ടവരോടിട്ട് ആന വരണ്ട് അങ്ങനെയാണോ? ആന വരണ്ടത് കണ്ടവരോടിട്ട് ആന വരേണ്ടത് കണ്ടവരോടിയിട്ട് ആര്യ ചേച്ചി കറക്റ്റ് പാടി. താങ്ക് യു എം ജെ അങ്കിൾ ഇങ്ങനെ വായ വിളിക്ക് പാടേണ്ട അത്ര കൂവി വിളിച്ച് പാടണ്ട. സോഫ്റ്റ് ആയിട്ട് പാടിയാ മതി. സോഫ്റ്റ് ആയിട്ട് പാടാൻ പഠിച്ചിട്ടില്ല മക്കളെ. ഇങ്ങനെ തീർച്ചയായില്ല ചെന്നം തീർച്ചയായില്ല ജനം കറക്റ്റാ. നേർച്ചയെന്നും മറ്റും നേർച്ച എന്നും മറ്റും ആന വരണ്ടത് കണ്ടവരോടിട്ട് ആന വരണ്ടത് കണ്ടവരോടിയിട്ട് ഇത് എന്തൊരു തന്നരമാണിത് കേള്. ഇത് എന്തൊരു സുന്ദരമാണിത് കേള്. ആര്യ ചേച്ചിക്കും എം ജെ അങ്കിളിനും ഉണ്ണി അങ്കിളിനും ഒരു പോയിന്റ്. ഒരു പോയിന്റ്. താങ്ക് യു. ഒന്നേ ഉള്ളൂ. പിന്നെ 10 സ്റ്റാർസും. അപ്പൊ വേണമെങ്കിൽ മധുരമഴ തരണമെന്ന് ആലോചിക്കാം. അതെ മാർക്ക് കൂട്ട്, പോയിന്റ് കൂട്ട്. പോയിന്റ് കൂട്ടിയാ മധുരമഴ വരും. പോയിന്റ് കൂട്ടാം. എത്ര കൂട്ടും? 100. 100. അതിനും തുക അയ്യോ ഞാൻ പേടിക്കടാ. ആ തൂക്കം പിടിച്ചോണ്ട് എനിക്ക് 100 പറയാൻ പറ്റുള്ളൂ. ആ പക്ഷെ ഉണ്ടയില്ല വെടിയായോണ്ട് കുഴപ്പമൊന്നുമില്ല, അത് പേടിയില്ല. വിത്ത് എഫക്ട്സ് ആണ്. ഗംഭീരേടാ, താങ്ക് യു. നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അയ്യോ മിടുക്ക. അവിടെ ഒരു പാട്ട് പാടി എന്തായിരുന്നു? കഥകളും ഓർത്തു കഴിഞ്ഞ കഥകളും ഓർത്തു പോകുന്നു പാടിയല്ലോ. മുന്നേ കഴിഞ്ഞ കഥകളും ഓർത്തു പോം എന്നുള്ളം പൊട്ടിപ്പുകയോ. അതൊക്കെ കിടിലനായിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭാഗമാണ്. മാണിക്യക്കല്ലിനെ മോരനിക്കീപ്പം കാണിക്കണ്ട പിറന്നാകണ്. മുന്നേ കഴിഞ്ഞ കഥകളും ഓർത്തു പോം എന്നുള്ളം പൊട്ടിപ്പുകയാണ്. പിന്നെ ഇത് അർത്ഥം മനസ്സിലായോ? ഇതിന്റെ എല്ലാം മനസ്സിലായോ? ഒന്ന് പറഞ്ഞു തരുമോ എന്നാ? തീർച്ചയായിട്ടും വെച്ചാ ആരുമില്ല. ആരുമില്ല. പറഞ്ഞ ആരുമില്ല. ആന വരേണ്ടത് കണ്ടവരോട്. അല്ല നടുവില് നേർച്ച എന്നും മറ്റൊന്നുണ്ട്. നേർച്ച എന്നും മറ്റിന്റെ അർത്ഥം നേർച്ചത്തിന് എന്നും ചെയ്യാം. എന്തും ചെയ്യാം. നേർച്ചത്തിന് എന്ത് ചെയ്യും? നേർച്ചത്തിന് എന്തും ചെയ്യാം. ആന വരേണ്ടത് കണ്ടവരോടിട്ട് ഈ ആനയ്ക്ക് മത ഇളകിയത് കണ്ടവരോടിട്ട്. കണ്ടവരോടിയിട്ട് ഇതാണ് നേരത്തെ ആനപ്പിണ്ടെന്ന് പറഞ്ഞ. ആയിരിക്കും ചിലപ്പോ. അത് വാഴപ്പിണ്ടം. വാഴപ്പിണ്ടം. അപ്പൊ ബാക്കി ഇത് എന്തൊരു തൊന്തരവാണ് ഇത് കേള്. അതെന്താ? അത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാ എന്ത് പ്രശ്നമാണ് എന്റെ. ഓ അപ്പൊ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടല്ലേ. പിന്നെ എന്താ അടുത്ത വരി? എന്താ അടുത്ത വരി? അർഹാറുഹാമാറാൻ. അത് വേണമെങ്കിൽ ജിത ചേച്ചി വരുമ്പോ ചോദിച്ചു. എടാ മിടുക്ക. പോയി വരുമ്പം പീഡിക കണ്ടില്ല. അതോ എന്നുവെച്ചാ പോയി വരുമ്പം കൊല്ലുന്നത് കണ്ടില്ല. പീഡിക എന്ന് പറഞ്ഞാ പീഡിപ്പിക്കുന്ന കണ്ടില്ല, പീഡിപ്പിക്കുന്ന കണ്ടില്ല. പിന്നെ സംശയിച്ച് അപ്പൊ പ്രാർത്ഥിച്ചു അള്ളാഹ് കാത്തോണ്ട് നബി എന്ന് പ്രാർത്ഥിച്ചു. എന്നും ഓർക്കണ സങ്കടം പറഞ്ഞാലും തീരൂല. അത്രയധികം സങ്കടം ഉണ്ടെന്ന് അർത്ഥം അല്ലേ? ഷോ ഇത്ര അർത്ഥം നല്ല വരികളാണല്ലോ. ഇതൊക്കെ കാണാതെ പഠിച്ചില്ലേ? മിടുകൻ. എനിക്ക് കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പിന്നെയില്ലേ ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അത് പാടട്ടെ. ഉണ്ണിയങ്കിൾ പറഞ്ഞില്ലല്ലോ. ഉണ്ണിയങ്കിളിന് എന്താ പാട്ടിനെ പറ്റി പറയാനുള്ള ചോദിക്കേ? പറയട്ടെ. അങ്ങോട്ട് പോരട്ടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉസ്താദ് മാറി. നവനീത് കുട്ടന്റെ ആംബിഷൻ എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആവാൻ പോണത് മർച്ചന്റ് നേവി ഇല്ലേ, മർച്ചന്റ് നേവി ക്രൂയിസ് കപ്പലിന്റെ ക്യാപ്റ്റൻ. കപ്പലിലെ ആക്ടിംഗ് ഒക്കെ ചെയ്യോ? അവിടെ പരിപാടികൾ നടത്തും, പാട്ടുകൾ നടത്തും. ക്രൂസ് ഷിപ്പില്. പക്ഷെ സിനിമയിൽ അഭിനയിക്കണമെന്നില്ല.
ഇടയ്ക്ക് വല്ല സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഞാൻ കയറി ഓ പ്രമോഷന് മാത്രം പോകും. ആ ശരി. പിന്നെ ഞാൻ കപ്പലിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യയും കൊച്ചുങ്ങൾക്കും എന്നെ കപ്പലിന്റെ ഭാര്യയും കൊച്ചുകളെ വിടില്ല. ഞാൻ ഫ്യൂച്ചർ വൈഫിനോട് പറയാ ഇത്ര നല്ലൊരു ഭർത്താവ് വേറെ കിട്ടില്ല എന്ന്. മനുഷ്യൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭാര്യയെ കുറിച്ച് അല്ലേ? അത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എന്റെ അല്ല ഭാര്യ എത്ര കൊച്ചുങ്ങളുണ്ട്? 2 രണ്ട് കൊച്ചുകൾ. ഒരു ഭാര്യയ്ക്കും 2 കൊച്ചുങ്ങൾക്കും വേണ്ടി ഭാവിയിൽ ഉൽക്ക വീണ എന്ത് ചെയ്യണമെന്ന് വരെ എല്ലാം ചിന്തിച്ചു വെച്ചു. പിന്നില്ലേ കപ്പലിൽ പോകുമ്പോ അവരെ കൊണ്ടുപോവാണോ നീ അപ്പം? കപ്പലിൽ പോണെന്ന് അവര് പറഞ്ഞാ ഞാൻ എന്റെ കപ്പല് മൊത്തം ചുറ്റിക്കറങ്ങി ഓ കാണിക്കും. ക്രൂസ് ഷിപ്പ് കൊണ്ടുവരും. അതിനകത്തുള്ള വാട്ടർ പാർക്കില് അവരിനോട് ചാടിക്ക് ഫ്രീ ആയിട്ട് മാത്രമല്ല ചാടിക്കുന്ന അവനൊരു പ്രൈവറ്റ് യോട്ട് ഉണ്ട്. അതിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകും. ഭാര്യ 2 കൊച്ചുങ്ങളും ഭാര്യയും പിള്ളേരും. ഫാമിലി എന്നൊന്നും ആ പറയാനില്ല. കുട്ടികളുടെ പേരൊക്കെ കിട്ടുമോ? കുട്ടികളുടെ പേര് ആ പറഞ്ഞോ. എന്താണ്? മനു, ആ. ആ അളകണ, ഏ? ഏ? അനഗണ. അനഘണ. പക്ഷെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഭാര്യയുടെ പേര് എനിക്ക് അറിയില്ല. ഭാര്യ അറിയില്ലല്ലോ, മക്കളെ മക്കളുടെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇവര് തീരുമാനിച്ചാൽ മാത്രല്ലേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ പറ. തീരുമാനിക്കുന്നത്. എങ്ങനത്തെ ഭാര്യ വേണമെന്ന് പറഞ്ഞ കാണാൻ എങ്ങനെ ഇരിക്കണം ഭാര്യ? മിന്റു ചേച്ചിനെ പോലെ എന്നെ പോലെ തന്നെ മതിയോ? അത് വേണ്ടായിരുന്നു. സ്വഭാവോ? സ്വഭാവം അരിചി. അതും വേണ്ടായിരുന്നു. 8 രൂപ. എന്ത് സ്വഭാവമുള്ള കുട്ടി. എന്തായാലും നവനീത് കുട്ടാ പാട്ട് അതിഗംഭീരമായി. താങ്ക് യു. എന്താ ടൈമിങ് അല്ലേ? മിനിറ്റ് പോയി ഒരു സ്ഥലത്ത് പോലും ഒരു ടൈമിങ് മിസ്സാവുന്നില്ല. ക്രിസ്പാണ്, വളരെ ക്രിസ്പായിട്ട് പാടുന്നു. ആൻഡ് ആക്ഷൻസ്, ഡാൻസ് അതിഗംഭീരമായി. കിടുക്കി. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ അത് ഞാൻ പാടട്ടെ. ആ പാടിക്കോ. പാടിക്കോ. ദൂരമണിയുള്ളൊരു മീഡിയ സിറ്റിക്കുള്ളിൽ ഞാനൊരു പാട്ടുപാടി ഈ വിസ്താര മുന്നിൽ നിന്നും. ദൂരമണിയുള്ളൊരു മീഡിയ സിറ്റിക്കുള്ളിൽ ആഹാ. ഞാനൊരു പാട്ടുപാടി ഈ വിസ്താര മുന്നിൽ നിന്നും. ദൂരമണിയുള്ളൊരു മീഡിയ സിറ്റിക്കുള്ളിൽ കയ്യിൽ മയക്കം വെച്ച് കുട്ടികൾ പാടുന്നുണ്ട്. സ്റ്റുഡിയോ ഫ്ലോറിനുള്ളിൽ ആളുകൾ വേറെയുണ്ട്. ഷൂട്ടിംഗ് നേരം ബിസിയാണവർ. ക്യാമോ നീക്കാൻ, കോസ്റ്റ്യൂം മാറ്റാൻ, മേക്കപ്പ് ചെയ്യാനായും ഫുഡ് നൽകാൻ, റോബ് മാറ്റാൻ ഇവരരികിൽ വരും. VCR റൂമിലും ഓഡിയോ റൂമിലും മിക്സ് ചെയ്തിടും. ചാനലിൻ പ്രേക്ഷകർ കാണാൻ കൊതിക്കും മുഹൂർത്തങ്ങളായി. ദൂരെ മണിയുള്ളൊരു ഞാനൊരു പാട്ടുപാടി ഈ വിസ്താര മുന്നിൽ നിന്നും. ദൂരെ മണിയുള്ളൊരു സിറ്റിക്കുള്ളിൽ. താങ്ക് യു സാർ. ഗംഭീരം. താങ്ക് യു. അച്ഛൻ ഭരണിയിലിരുന്ന് എഴുതിയതാണോ? ആ അതെ അതെ. അച്ഛൻ കഷ്ടപ്പെട്ട് എഴുതിയത്. കഷ്ടപ്പെട്ട് എഴുതിയതാ. സൂപ്പർ. പാവച്ചൻ. പാവച്ചൻ. ഞാൻ മധുരം അപ്പൊ പോരട്ടെ, അങ്ങനെ ഒരു മധുര മഴ നമ്മുടെ അനഘടയ്ക്കും മനുവിനും പിന്നെ കൃഷ്ണനും ഋഷിചിക്ക മഴ പെയ്യിപ്പിച്ചു. അതെ, അടുത്ത സാധനം എടുത്തോണ്ട് വന്നിരിക്കുന്നു. അല്ല, അവന്റെ തലയിൽ ഹെയർ ക്ലിപ്പ്. ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ബൈ.